ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ സോഷ്യൽ സയൻസിൻ്റെ ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകളൊക്കെ STD6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി ക്ലാസ്സുകൾ മതിയെങ്കിൽ STD6 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതെടുത്ത് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങൾക്ക് എക്സാമിൻ്റെ മുന്നേ ആയിട്ട് അവിടെ വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഫസ്റ്റ് ആക്ടിവിറ്റി, ഏതൻസ് ആൻഡ് സ്പാർട്ട വർ 2 മേജർ സിറ്റി സ്റ്റേറ്റ്സ് ഇൻ ഏൻഷ്യൻ ഗ്രീസ്. പുരാതന ഗ്രീസിലെ പ്രധാനപ്പെട്ട 2 നഗരങ്ങളായിരുന്നു ഏതൻസും സ്പാർട്ടയും. Question A. Complete the concept map including the features of Athens and Sparta, the city states in ancient India. പുരാതന ഗ്രീസിലെ ഏതൻസിൻ്റെയും സ്പാർട്ടയുടെയും ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയ കൺസെപ്റ്റ് മാപ്പാണ് താഴെ തന്നിരിക്കുന്നത്. അത് ഫില്ലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് നമുക്ക് ഏതൻസിൻ്റേത് നോക്കാം. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്, ഡെമോക്രസി, അവിടെ ജനാധിപത്യ ഭരണമായിരുന്നു. പിന്നെ ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ, ആർട്ട്, ആർക്കിടെക്ചർ, ഫിലോസഫി ഫ്ലറിഷ്ഡ്. അവിടുത്തെ പ്രധാനപ്പെട്ട അവർ കൊണ്ടുനടന്ന കാര്യങ്ങളായിരുന്നു വിദ്യാഭ്യാസം, കല, പിന്നെ ആർക്കിടെക്ചർ, പിന്നെ അതുപോലെ തത്വചിന്ത തുടങ്ങിയവയ്ക്കൊക്കെ അവർ നന്നായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ടാമത്തേത് ഇമ്പോർട്ടൻസ് ടു ലിറ്ററേച്ചർ, തിയേറ്റർ ആൻഡ് സ്കൾപ്ചർ. അതുപോലെ സാഹിത്യം, സ്കൾപ്ചർ, നമ്മളുടെ ശില്പ കലാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. കരകൗശല വസ്തുക്കളുടെ ഉപയോഗത്തിനും അതുപോലെ അതിൻ്റെ നിർമ്മാണത്തിനൊക്കെ അവർ പ്രാധാന്യം കൊടുത്തിരുന്നു. അതുപോലെ മിലിറ്ററി ട്രെയിനിങ് ആൻഡ് ഡിസിപ്ലിൻ ഗിവൺ ഇമ്പോർട്ടൻസ്. മിലിറ്ററി ട്രെയിനിങ്ങിനും അച്ചടക്ക പരിശീലനങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ സ്പാർട്ടയുടേതാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ബോയ്സ് ട്രെയിൻഡ് ആസ് സോൾജേഴ്സ് ഫ്രം ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലം മുതൽ തന്നെ ആൺകുട്ടികൾക്ക് പട്ടാളക്കാരനാവാനുള്ള പരിശീലനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ ലെസ് ഇമ്പോർട്ടൻസ് ടു ആർട്ട് ആൻഡ് കൾച്ചർ. കലയ്ക്കും കൾച്ചറിനും സംസ്കാരത്തിനൊക്കെ വളരെ കുറഞ്ഞ പ്രാധാന്യമേ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, അത് അരിസ്റ്റോക്രസിയാണ്. അതായത് അവിടെ പ്രഭുഭരണമായിരുന്നു നിലനിന്നിരുന്നത്. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ഏൻഷ്യൻ ഗ്രീൻസ് ഫ്രം ദ ഓപ്ഷൻസ്. താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ പുരാതന ഗ്രീസുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുക. എ. ഒളിമ്പിക്സ് സ്റ്റാർട്ടഡ് ഹിയർ. അത് ശരിയാണ്, ഒളിമ്പിക്സ് തുടങ്ങിയത് പുരാതന ഗ്രീസിലാണ്. ബി. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ടു സെവറൽ സത്രബീസ്. ഭരണത്തിൻ്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് സത്രബികളായിട്ട് ഡിവൈഡ് ചെയ്ത് വിഭജിച്ചു. അത് തെറ്റാണ്. മൂന്നാമത്തേത് സൊറാസ്ട്രിയൻ ഫിലോസഫി വാസ് ഒറിജിനേറ്റഡ്. അത് തെറ്റാണ്. നാലാമത്തേത് ഇറ്റ് വാസ് ദ ബർത്ത് പ്ലേസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ. വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ബർത്ത് പ്ലേസ്, ജന്മനാടാണ്. അത് ശരിയാണ്. അങ്ങനെ ഓപ്ഷൻ എയും ഡിയും ആണ് കേട്ടോ ഇതിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത്. അല്ലെങ്കിൽ ഓപ്ഷൻ എ മാത്രം എഴുതിയാലും മതി, അതാണ് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന ആൻസർ. ആക്ടിവിറ്റി 2, ഏർലി ഹ്യൂമൻസ് ഇവോൾവ്ഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ. ഒരുപാട് വർഷങ്ങൾക്ക്, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് ആദിമ മനുഷ്യൻ ഉണ്ടായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എ. ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ആൻഡ് ദയർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഗിവൺ ഇൻ ജംബിൾഡ് ഓർഡർ, റൈറ്റ് ദം ഇൻ കറക്റ്റ്. മനുഷ്യ പരിണാമഘട്ടത്തിൽ എവല്യൂഷൻ്റെ വ്യത്യസ്ത ഫീച്ചേഴ്സ്, അതിൻ്റെ ഓരോ സ്റ്റേജിലുള്ള അവരുടെ എവല്യൂഷനും, അതായത് ഓരോ എവല്യൂഷനിലുള്ള അതിൻ്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകളാണ് താഴെ നമുക്ക് ടേബിളിൽ തന്നിരിക്കുന്നത്. അത് കറക്റ്റ് ഓർഡറിലല്ല തന്നിട്ടുള്ളത്, അത് കറക്റ്റാക്കി എഴുതാനാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ, പിന്നെ ഫീച്ചേഴ്സ്, അങ്ങനെയാണ്. ആദ്യം ഹോമിനിഡ്സ്, പിന്നെ ഹോമിനോയിഡ്സ്, ഹോമോ ഇറക്ടസ്, ഹോമോ ഹാബിലിസ്, അത്രയും എവല്യൂഷൻ സ്റ്റേജസ് തന്നിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് തന്നിരിക്കുന്നത് ടൂൾ മേക്കേഴ്സ്, അപ്രൈറ്റ് ഹ്യൂമൻസ്, വോക്ക്ഡ് ഓൺ 4 legs, വോക്ക്ഡ് ഓൺ 2 legs, അത്രയാണ് തന്നിരിക്കുന്നത്. സോ ഇതിൽ ആദ്യം വരുന്നത് ഹോമിനോയിഡ്സ് ആണ്. മനുഷ്യ പരിണാമഘട്ടത്തിലെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഹോമിനോയിഡ്സ് ആണ്. ഹോമിനോയിഡ്സിൻ്റെ പ്രത്യേകത വോക്ക്ഡ് ഓൺ 4 legs, 4 കാലിൽ നടന്നിരുന്നു എന്നതാണ്. രണ്ടാമത്തെ എവല്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഹോമിനിഡ്സ് ആണ്. ഹോമിനിഡ്സിൻ്റെ പ്രത്യേകത വോക്ക്ഡ് ഓൺ 2 legs, 2 കാലിൽ, 1 കാലിൽ നടന്നിരുന്നു. പിന്നെ ഹോമോ ഇറക്ടസ്, അതായത് അപ്രൈറ്റ് ഹ്യൂമൻസ്, നിവർന്നു നിൽക്കാൻ കഴിയുന്ന മനുഷ്യരാണ് ഹോമോ ഇറക്ടസ്. അവസാനത്തേത് ഹോമോ ഹാബിലിസ്, ടൂൾ മേക്കേഴ്സ്, ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന മനുഷ്യർ. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? ഹോമിനിഡ്സ്, അതായത് 1 ഡി ആണ്, പിന്നെ 2 സി ആണ്, 3 ബി ആണ്, 4 എ ആണ്. അതായത് ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റായിട്ടുള്ള ആൻസർ.
പിന്നെ ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വർ ദ ഡെവലപ്മെൻറ്റ്സ് ഇൻ ഹ്യൂമൻ ലൈഫ് വെൻ ദേ മൂവ്ഡ് ഫ്രം മീസോലിത്തിക് ടു നിയോളിത്തിക് പീരിയഡ്? റൈറ്റ് ഇറ്റ്. മനുഷ്യർ മീസോലിത്തിക് പീരിയഡിൽ നിന്ന്, അതായത് മധ്യശിലായുഗത്തിൽ നിന്ന് നിയോളിത്തിക് പീരിയഡിലേക്ക്, നവീന ശിലായുഗം അല്ലെങ്കിൽ നവശിലായുഗത്തിലേക്ക് എത്തിയപ്പോൾ അവർക്കുണ്ടായ മാറ്റങ്ങൾ, മനുഷ്യനുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. അഗ്രികൾച്ചർ ബിഗാൻ, ഹ്യൂമൻ സ്റ്റാർട്ടഡ് കൾട്ടിവേറ്റിംഗ് ക്രോപ്സ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. മനുഷ്യർ കൃഷി ആരംഭിക്കാൻ തുടങ്ങി, അതുപോലെ വിളകളൊക്കെ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, കാറ്റിൽ, ഷീപ്പ് ആൻഡ് ഗോഡ്സ് വർ റെയ്ഡ്. അതുപോലെ കാലികളെ വളർത്താൻ തുടങ്ങി. ആട്, പശു തുടങ്ങിയിട്ടുള്ള, ചെമ്മരിയാട് തുടങ്ങിയിട്ടുള്ളവയൊക്കെ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ്, മനുഷ്യർ സ്ഥിരമായിട്ടൊരു താമസ സ്ഥലം ഉണ്ടാക്കാൻ തുടങ്ങി. പീപ്പിൾ ബിഗാൻ ലിവിങ് ഇൻ ഹട്ട്സ് ഓർ മഡ് ഹൗസസ്, കുടിലുകളിലും മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടുകളിലൊക്കെ മനുഷ്യർ ജീവിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ ടൂൾസ്, യൂസ് ഓഫ് സ്റ്റോൺ ടൂൾസ് ഇൻക്രീസ്ഡ്. അതുപോലെ കല്ലുകൊണ്ടുള്ള അല്ലെങ്കിൽ ശിലകൾ കൊണ്ടുള്ള, പാറകളൊക്കെ കൊണ്ടുള്ള ഉപകരണങ്ങൾ, ടൂൾസ്, ആയുധങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് തുടങ്ങി എന്നതും പ്രധാനപ്പെട്ട മാറ്റമാണ്. പോട്രി ഫോർ സ്റ്റോറിങ് ഫുഡ് ആൻഡ് കുക്കിംഗ്. മൺപാത്രങ്ങളുടെ നിർമ്മാണം, അതും വളരെ വലിയൊരു വിപ്ലവകരമായ മാറ്റമാണ്. പിന്നെ എന്താണ്, ഭക്ഷണം ശേഖരിച്ച് വെക്കാനായിട്ട് അവർ കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് തുടങ്ങി. ദെൻ വീവിങ്, ക്ലോത്ത് മേക്കിംഗ് സ്റ്റാർട്ട്. മനുഷ്യർ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി. അതോടുകൂടിയിട്ട് അവർ വീവിങ് തുടങ്ങി. തുന്നലൊക്കെ തുടങ്ങി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വളരെ വലിയൊരു റെവല്യൂഷണറി ചേഞ്ചായിട്ട് നിങ്ങൾക്ക് എന്തെഴുതാം, വീലിൻ്റെ കണ്ടുപിടുത്തം, അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. Question 3, it has internal choices 3A, B. Write any one completely. ഇതൊരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് 3A ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ വർ ഫോംഡ് ആൻഡ് സെൻറ്റേർഡ് അറൗണ്ട് റിവർ. ബ്രോൺസ് ഏജിൽ, വെങ്കല യുഗത്തിൽ സിവിലൈസേഷനൊക്കെ എന്താണ്, നദികളെ കേന്ദ്രീകരിച്ച് ഉണ്ടാവാനായിട്ട് തുടങ്ങി. ക്വസ്റ്റ്യൻ എ, വിച്ച് എമംഗ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്? താഴെ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ, ദ മെയിൻ ഫീച്ചർ ഓഫ് ഹരപ്പൻ സിവിലൈസേഷൻ ഈസ് ടൗൺ പ്ലാനിംഗ്. ഹരപ്പൻ സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ടൗൺ പ്ലാനിങ്, അല്ലെങ്കിൽ നഗരങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. നാഗരികവൽക്കരണം എന്ന ഒരു പ്രത്യേകത ഹരപ്പൻ സിവിലൈസേഷൻ്റേതാണ്. ബി, ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് ദ മെസപ്പൊട്ടേമിയൻസ് ഈസ് നോൺ ആസ് സേക്രഡ് റൈറ്റിംഗ്. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ അവരുടെ റൈറ്റിംഗ് സിസ്റ്റത്തെ, എഴുത്തുവിദ്യയെ സേക്രഡ് റൈറ്റിംഗ് എന്നാണ് അറിയപ്പെട്ടത്. സി, ചൈനീസ് സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് അലോങ് ദ ബാങ്ക് ഓഫ് റിവർ ഹ്വാങ്ഹോ നദീതീരത്താണ് ചൈനീസ് സിവിലൈസേഷൻ ഉടലെടുത്തത്. ഡി, ഈജിപ്ഷ്യൻ കിങ്സ് വർ നോൺ ആസ് ഫറവോസ്. ഈജിപ്ഷ്യൻ രാജാക്കന്മാർ ഫറവോസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അല്ലാത്തത്. മെസപ്പൊട്ടേമിയൻകാരുടെ റൈറ്റിംഗ് സിസ്റ്റത്തെ സേക്രഡ് റൈറ്റിംഗ് എന്ന പേരിലാണ് അറിയപ്പെട്ടത് എന്നതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇതിലെ ബി ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഗിവൺ സിവിലൈസേഷൻ ആൻഡ് അറേഞ്ച് ദം ഇൻ ദ ടേബിൾ കറക്റ്റ്ലി. താഴെ നമുക്ക് 2 സിവിലൈസേഷൻ്റെ കുറച്ച് പ്രത്യേകതകളൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ പ്രത്യേകതകൾ ഏതൊക്കെയാണ്, മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ്റെ പ്രത്യേകതകൾ ഏതൊക്കെയാണെന്ന് തരംതിരിച്ചെഴുതണം. തന്നിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ദ റീജിയൻ ബിറ്റ്വീൻ റിവേഴ്സ്, നദികൾക്കിടയിലുള്ള പ്രദേശം. ദി ഗിഫ്റ്റ് ഓഫ് നൈൽ, നൈലിൻ്റെ സമ്മാനം അല്ലെങ്കിൽ നൈലിൻ്റെ ദാനം. ദ സിറ്റി ഓഫ് കെയറോ നഗരം. പിന്നെ ദ സിറ്റി ഓഫ് ലഗാഷ് നഗരം. ദ ലൂണാർ കലണ്ടർ, ചാന്ദ്ര പഞ്ചാംഗം. അതുപോലെ പിരമിഡ്സ്. അപ്പോൾ ഇതിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ വരുന്നത് ഏതൊക്കെയാണ്? ദ സിറ്റി ഓഫ് കെയറോ, ദ ഗിഫ്റ്റ് ഓഫ് നൈൽ, പിരമിഡ്സ്. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ്റേത് വരുന്നത് റീജിയൻ ബിറ്റ്വീൻ റിവേഴ്സ്, ദ സിറ്റി ഓഫ് ലഗാഷ് ആൻഡ് ദ ലൂണാർ കലണ്ടർ. ഇതിലെ മൂന്നാമത്തേൽ ഇനി ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ബി നോക്കാം. ക്വസ്റ്റ്യൻ എ, ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് ദ റൈറ്റിംഗ് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ ബ്രോൺസ് ഏജ്, റൈറ്റ് ഓൺ ദ സിവിലൈസേഷൻ ദേ ആർ റിലേറ്റഡ് ടു. താഴെ നമുക്ക് 2 ലിപികൾ തന്നിട്ടുണ്ട്. ആ ലിപികൾ ഏതൊക്കെ സിവിലൈസേഷൻ്റെ ലിപികളാണെന്ന് എഴുതുക. ആദ്യത്തേത് ക്യൂണിഫോം ലിപിയാണ്, അത് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനാണ്. രണ്ടാമത്തേത് ഹൈറോഗ്ലിഫിക്സ് ലിപി, ഈജിപ്ഷ്യൻ സിവിലൈസേഷനാണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ബി, പ്രിപ്പയർ എ നോട്ട് കമ്പയറിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് 2 സ്ക്രിപ്റ്റ്സ്. ഈ 2 എഴുത്തുവിദ്യകളുടെയും ഫീച്ചേഴ്സ് കമ്പയർ ചെയ്ത് ചെറിയൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് ക്യൂണിഫോം സ്ക്രിപ്റ്റ് നോക്കാം. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ്റേതാണ്. വെഡ്ജ് ഷേപ്പ്ഡ് സിംബൽസ്, അതായത് ആപ്പ് ആകൃതിയിലുള്ള സിംബൽസ് ആയിരുന്നു. റിട്ടൺ ഓൺ ക്ലേ ടേബ്ലറ്റ്സ് യൂസിങ് എ സ്റ്റൈലസ് ഉപയോഗിച്ച് ഒരു മൺപലകയിലായിരുന്നു, ക്ലേ ടേബ്ലറ്റ്സിലായിരുന്നു അത് എഴുതിയിരുന്നത്. മെയിൻലി യൂസ്ഡ് ഫോർ ട്രേഡ്, അക്കൗണ്ട്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസസ്. പ്രധാനമായിട്ടും യൂസ് ചെയ്തിരുന്നത് ട്രേഡിനും പിന്നെ അതുപോലെ അക്കൗണ്ട്സിനും ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടായിരുന്നു. ഹൈറോഗ്ലിഫിക്സിൻ്റേത് നോക്കാം. ഇനി പിക്ചോറിയൽ റൈറ്റിംഗ് യൂസിങ് ഇമേജസ് ആൻഡ് സിംബൽസ്, ചിത്രങ്ങളും സിംബലുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു.
അതുപോലെ റിട്ടൺ ഓൺ പപ്പൈറസ് ടെമ്പിൾ വാൾസ് ആൻഡ് മൗണ്ട്മെൻറ്റ്സ്. നമ്മളുടെ എന്താണ് അമ്പലങ്ങളിലും ക്ഷേത്ര മതിലുകളിലും അതുപോലെ സ്മാരകങ്ങളൊക്കെ ഉണ്ടല്ലോ, ആളുകളെ കുഴിച്ചു മൂടിയ സ്ഥലങ്ങളൊക്കെ, അതിനൊക്കെ മുകളിലായിരുന്നു എഴുതിയിരുന്നത്. യൂസ്ഡ് ഫോർ റിലീജിയസ് ടെക്സ്റ്റ്, സീക്രട്ട് ഇൻസ്ക്രിപ്ഷൻസ് ആൻഡ് റോയൽ റെക്കോർഡ്സ്. പ്രധാനമായിട്ടും ഇത് യൂസ് ചെയ്തിരുന്നത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, പിന്നെ അതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾക്ക്, രാജകീയമായിട്ടുള്ള റെക്കോർഡ്സ്, രാജാക്കന്മാരുടെ റെക്കോർഡ്സും കാര്യങ്ങളും, അവരുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ റെക്കോർഡ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഹൈറോഗ്ലിഫിക്സ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിരുന്നത് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ 4 നോക്കാം. ദി ഇമാജിനറി ലൈൻസ് ഡ്രോൺ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ആർ നോൺ ആസ് ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്സ്. എർത്തിൻ്റെ ചുറ്റുമുള്ള അല്ലെങ്കിൽ എർത്തിലുള്ള ഇമാജിനറി ലൈൻസ് ആണ്, അതായത് നേരെയും വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഉള്ള ലൈൻസിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയാം. ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഇക്വേറ്റർ? ഇക്വേറ്ററിൻ്റെ ഫീച്ചർ അല്ലാത്തത് എന്ത്? ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ നമ്മളുടെ എർത്തിൻ്റെ ഒത്ത നടുക്കിലൂടെ സെൻറ്ററിലൂടെ പോകുന്ന ആ ലൈൻ കേട്ടോ. ദ ഗ്രേറ്റസ്റ്റ് സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ്, ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡാണ്. ബേസ്ഡ് ഓൺ ദ ഇക്വേറ്റർ ദ എർത്ത് ക്യാൻ ബി ഇമാജിൻഡ് ആസ് 2 സ്ഫിയേഴ്സ്. ഇക്വേറ്ററിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് എർത്തിനെ 2 ഹെമിസ്ഫിയർ ആയിട്ട് തരംതിരിക്കാം അല്ലെങ്കിൽ മുറിച്ചെടുക്കാം. ദ 0 ഡിഗ്രി ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ്, 0 ഡിഗ്രി ലൈനാണ് ലാറ്റിറ്റ്യൂഡിൽ വരുന്ന 0 ഡിഗ്രി ലൈനാണ് ഇക്വേറ്റർ. കണക്ട്സ് ദ പോൾസ്, പോൾസിനെ കണക്ട് ചെയ്യുന്നു. ഇതിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കണക്ട്സ് ദ പോൾസ്. പോൾസ് എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള അഗ്രങ്ങളാണ്, 2 എഡ്ജസ് ആണ് പോൾസ്. അപ്പോൾ ഇക്വേറ്ററിൻ്റെ കുറിച്ചുള്ള കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇതിലെ ക്വസ്റ്റ്യൻ ബി: ഡ്രോ എ മോഡൽ ഓഫ് ദ ഗ്ലോബ് ആൻഡ് മാർക്സ് ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് കറക്റ്റ്ലി. ഗ്ലോബിൻ്റെ ഒരു മാതൃക വരച്ച് താഴെ തന്നിരിക്കുന്ന ലാറ്റിറ്റ്യൂഡ് ലൈൻസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ആർട്ടിക് സർക്കിൾ 66.5 degree north, Tropic of Cancer 23.5 degree north, Tropic of Capricorn 23.5 degree south, Antarctic Circle 66.5 degree south. സിമ്പിളാണ്, ഞാനത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ കാണാതെ നിങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കണം കേട്ടോ. ആക്ടിവിറ്റി 5: സ്റ്റേറ്റ് ഈസ് ദ ഹയസ്റ്റ് സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റം ഫോംഡ് ബൈ പീപ്പിൾ. ജനങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന ഏറ്റവും വലിയ സിസ്റ്റമാണ്, ഹയസ്റ്റ് സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റമാണ് എന്ത്, സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ദ സ്റ്റേറ്റ് ആൻഡ് റൈറ്റ് ദം. സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് താഴെ തന്നിരിക്കുന്ന 4 ഏതാണ്, അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ സ്റ്റേറ്റ് പ്രൊട്ടക്ട്സ് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് സ്റ്റേറ്റ്. യെസ്, കറക്റ്റാണ്. ബി: ദ സ്റ്റേറ്റ് ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് ദ പീപ്പിൾ. ജനങ്ങളില്ലാതെയും സ്റ്റേറ്റിന് നിലനിൽപ്പുണ്ട്. അത് തെറ്റാണ്. സി: ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് എ സ്റ്റേറ്റ് പെർമനൻറ്റ് ആൻഡ് വെൽ ഡിഫൈൻഡ് ടെറിട്ടറി ഈസ് എസെൻഷ്യൽ. സ്റ്റേറ്റിൻ്റെ നിലനിൽപ്പിനായിട്ട് പെർമനൻ്റ് ആയിട്ടും സ്ഥിരമായിട്ടും അതുപോലെ കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു ടെറിട്ടറി, ഒരു ഭൂപ്രദേശം ആവശ്യമാണ്. ഡി: സ്റ്റേറ്റ് ഈസ് എ ടെമ്പററി ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു താൽക്കാലിക ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് തെറ്റാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത് എയും സിയും ആണ് കേട്ടോ. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ആഡ് നെസസറി ഡീറ്റെയിൽസ് ടു പ്രസൻറ്റ് ഇൻ ദ ഡിബേറ്റ് ഓൺ ദ സബ്ജക്ട് ദ റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ എൻഷുറിംഗ് ദ വെൽഫെയർ ഓഫ് പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഉള്ള ഗവൺമെൻറ്റിൻ്റെ റോള് എന്നുള്ള ഡിബേറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്. ദ ഗവൺമെൻറ് എൻഷുവേഴ്സ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിലെ ആളുകളുടെ വെൽഫെയർ, അവരുടെ നല്ല ജീവിത രീതിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് എന്തൊക്കെ കൊടുക്കാം? പ്രൊവൈഡ്സ് ബേസിക് ഫെസിലിറ്റീസ് ലൈക്ക് ഫുഡ്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. ഒരാളുകൾക്ക് വേണ്ട പ്രധാനപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ഭക്ഷണം, അവരുടെ അഭയം, ഷെൽട്ടർ, വിദ്യാഭ്യാസം, പിന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്. ദെൻ എൻഷുവേഴ്സ് ലോ ആൻഡ് ഓർഡർ ടു പ്രൊട്ടക്ട് പീപ്പിൾസ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ആളുകളുടെ ജീവനും അതുപോലെ അവരുടെ പ്രോപ്പർട്ടിക്കും സംരക്ഷണം നൽകാനായിട്ടുള്ള നിയമങ്ങളൊക്കെ എൻഷുർ ചെയ്യുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട്. പ്രൊട്ടക്ട്സ് ദ റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ് ഓഫ് സിറ്റിസൺസ്. ആളുകളുടെ അല്ലെങ്കിൽ പൗരന്മാരുടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇംപ്ലിമെൻറ്റ്സ് ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ്, റോഡ്സ്, ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ എക്സെട്ര. ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ് ആയിട്ടുള്ള റോഡ് നവീകരണം, അതുപോലെ വൈദ്യുതികൾ, പിന്നെ വാട്ടർ സപ്ലൈ, വെള്ളത്തിൻ്റെ വിതരണം, ഇതൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. വർക്ക്സ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി. സാമൂഹിക നീതിക്കും അതുപോലെ സമൂഹത്തിൽ ഇക്വാലിറ്റി, തുല്യത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നുണ്ട് അതിനായിട്ട്.
അതുപോലെ പ്രൊവൈഡ്സ് റിലീഫ് ആൻഡ് സപ്പോർട്ട് ഡ്യൂറിങ് ഡിസാസ്റ്റേഴ്സ്. പ്രളയം അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ, ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ അതിന് ആളുകൾക്ക് വേണ്ട സപ്പോർട്ടും, അപ്പോൾ അവരുടെ വീടുകൾ നശിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്, അവർക്ക് അപ്പോൾ വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് റിലീഫും സപ്പോർട്ടും ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ 6 നോക്കാം. അതും ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്, എയും ബിയും ഉണ്ട്. ആദ്യം എ നോക്കാം. ബുദ്ധിസം ആൻഡ് ജൈനിസം ബോർ ടു ഫിലോസഫീസ് എമേർജ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ. പുരാതന ഇന്ത്യയിൽ ഉടലെടുത്ത 2 ഫിലോസഫികളായിരുന്നു ബുദ്ധിസവും ജൈനിസവും. ക്വസ്റ്റ്യൻ എ. അക്കോർഡിംഗ് ടു ജൈനിസം വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ട്രൈരത്ന അല്ലെങ്കിൽ ത്രിരത്നങ്ങളിൽ ജൈനിസത്തിലുള്ളതാണ്. അതിൽ ഉൾപ്പെട്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? എ. റൈറ്റ് ഫുഡ്, റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്. ബി. റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ഡ്രസ്. സി. റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ. ഡി. റൈറ്റ് ഫുഡ്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് നോളജ്. ഇതിൽ സി ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് റൈറ്റ് ബിലീഫ് ശരിയായ വിശ്വാസം, റൈറ്റ് നോളജ് ശരിയായ അറിവ്, റൈറ്റ് ആക്ഷൻ ശരിയായ പ്രവൃത്തി. ഇതാണ് അവരുടെ ട്രൈരത്ന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ത്രിരത്ന എന്ന് പറയുന്നത്. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ടേബിൾ ഇൻക്ലൂഡിംഗ് ദ 2 ഫീച്ചേഴ്സ് ഓഫ് ദ ഐഡിയൽസ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം. ബുദ്ധിസത്തിൻ്റെയും ജൈനിസത്തിൻ്റെയും ഏതെങ്കിലും 2 ഐഡിയൽസ് വെച്ചിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. 2ൻ്റെയും ഓരോന്നും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ജൈനിസം നോക്കാം. ഓൾ തിങ്സ് ഹാവ് ലൈഫ്. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. അതുപോലെ അവരുടെ മറ്റൊരു ഐഡിയലാണ് അഹിംസ എന്നുള്ളത്. പ്രാക്ടീസ് ഓഫ് സ്ട്രിക്റ്റ് അഹിംസ, നോൺ വയലൻസ്. അഹിംസയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ എംഫസൈസ് ഓൺ പെനൻസ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഓരോരുത്തർക്കും വേണ്ട അച്ചടക്കത്തിന്, സ്വന്തം വേണ്ട അച്ചടക്കത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തു. ബുദ്ധിസത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഡു നോട്ട് ഹാം അതേഴ്സ്. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല. ഫോളോ എയ്റ്റ് ഫോൾഡ് പാത്ത്. അത് അവരുടെ ഒരു പ്രത്യേക ഐഡിയലായിരുന്നു അത്. ദെൻ മിഡിൽ പാത്ത്. അവോയ്ഡ് എക്സ്ട്രീംസ് ഓഫ് ലക്ഷറി ആൻഡ് സഫറിങ്. അതായത് അമിതമായിട്ടുള്ള ആഡംബരങ്ങളും മറ്റും ഒഴിവാക്കുക. ഇനി 6 ബി ക്വസ്റ്റ്യൻ നോക്കാം. മഗധ എമേർജ്ഡ് ആസ് എ പ്രൊമിനൻറ്റ് പവർ എമംഗ് ദ 16 മഹാജനപദാസ് വിച്ച് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, അല്ലെങ്കിൽ ഏറ്റവും വളരെയധികം പവറോട് കൂടിയിട്ട് ഉയർന്നു വന്ന ഒരു ജനപദമായിരുന്നു മഗധ എന്നുള്ളത്. ക്വസ്റ്റ്യൻ എ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് മഗധ? പ്രിപ്പയർ എ നോട്ട്. മഗധയുടെ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഫെർട്ടൈൽ സോയിൽ ഡ്യൂ ടു ഗംഗ റിവർ ആൻഡ് ട്രിബ്യൂട്ടറീസ് എന്നുള്ളത്. അതായത് അബൻഡൻറ്റ് ക്രോപ്സ് അവർക്ക് നൽകി. ഗംഗാതീരത്തും മറ്റുമായിട്ടുള്ള ഫെർട്ടൈൽ സോയിൽ, വളക്കൂറുള്ള മണ്ണ് അവർക്ക് ഉള്ളത് കൊണ്ട് എന്താണ്, വളരെയധികം മികച്ച വിളവ് അവർക്ക് നൽകി. റിച്ച് നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് അയൺ ഓർ ഫോർ വെപ്പൺസ് ആൻഡ് ടൂൾസ്. അതുപോലെ ആയുധങ്ങളും ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്നതിനായിട്ടുള്ള വളരെയധികം റിച്ച് ആയിട്ടുള്ള അയൺ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അംശം അവർക്ക് അവിടെ നിന്ന് ലഭിച്ചു. ഡെൻസ് ഫോറസ്റ്റ് സപ്ലൈഡ് ടിമ്പർ ആൻഡ് എലഫൻസ് ഫോർ വാർ. അതുപോലെ വളരെ നിബിഡമായിട്ടുള്ള വനങ്ങളായിരുന്നു, അതുകൊണ്ട് അവിടെയുള്ള ആനകളെയൊക്കെ അവർ യുദ്ധത്തിനായിട്ട് ഉപയോഗിച്ചു. ഫേവറബിൾ ലൊക്കേഷൻ ഫോർ ട്രേഡ് ആൻഡ് ട്രാൻസ്പോർട്ട്. വ്യാപാരത്തിനും ട്രാൻസ്പോർട്ടിനും വേണ്ടിയിട്ടുള്ള വളരെയധികം ഫേവറബിൾ ആയിട്ടുള്ള, അതിനൊക്കെ ഉതകുന്ന തരത്തിലുള്ള ലൊക്കേഷനായിരുന്നു ഇവരുടേത്. അതുപോലെ സ്ട്രോങ് റൂളേഴ്സ് ലൈക്ക് ബിംബിസാര ആൻഡ് അജാതശത്രു ബിൽഡ് പവർഫുൾ ആർമീസ്. വളരെയധികം ശക്തരായിട്ടുള്ള ഭരണാധികാരികളായിരുന്നു ബിംബിസാരയും അജാതശത്രുവും ഒക്കെ. അവരൊക്കെ ഇവർക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ആർമി ഉണ്ടാക്കിയെടുക്കാൻ സഹായിച്ചു. അതുപോലെ ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് മഗധ? മഗധയെക്കുറിച്ച് ഒരുപാട് 4 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം കേട്ടോ. എ. ദ ഫെർട്ടിലിറ്റി റിസൾട്ടിങ് ഫ്രം പ്രോക്സിമിറ്റി ടു ദ ഗംഗാസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് മഗധ. ഗംഗാ നദീതീരത്തെ സമ്പുഷ്ടമായിട്ടുള്ള ഫെർട്ടിലിറ്റി മഗധയെ അവരുടെ വളർച്ചയ്ക്ക് സഹായിച്ചു. അത് ശരിയാണ്. പിന്നെ പാടലിപുത്ര സെർവ്ഡ് ആസ് ദ ഏർലിയർ ക്യാപിറ്റൽ ഓഫ് മഗധ. മഗധയുടെ ആദ്യകാലത്തെ ക്യാപിറ്റൽ ആയിരുന്നു പാടലിപുത്ര. അത് തെറ്റാണ്. സി. ചന്ദ്രഗുപ്ത മൗര്യ ഹു എസ്റ്റാബ്ലിഷ് ദ മൗര്യ എംപയർ ബൈ അനക്സിങ് നിയർ ബൈ റീജിയൻസ് ടു മഗധ. മഗധയിലേക്ക് തൊട്ടടുത്തുള്ള റീജിയൻസ് ഒക്കെ കൂട്ടി ചേർത്തിട്ട് ചന്ദ്രഗുപ്ത മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു. അത് ശരിയാണ്. ധനാനന്ദ വാസ് ദ റൂളർ ഓഫ് മഗധ. മഗധയിലെ ഒരു ഭരണാധികാരിയായിരുന്നു ധനാനന്ദ. അതും ശരിയാണ്. അപ്പോൾ ഇതിൽ ബി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ശരിക്ക് മനസ്സിലാക്കി പഠിക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാ മക്കൾക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ 6ാം ക്ലാസ്സിലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.